എന്നൊരു സ്ക്വയർ മാറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു മാജിക് റിങ് എടുത്ത് 3 ചെയിൻ എടുക്കണം. വീണ്ടും അതിനകത്ത് 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. വീണ്ടും 2 ചെയിൻ എടുക്കുക, 3 ഡബിൾ ക്രോഷ്യ, അങ്ങനെ 4 ക്ലസ്റ്റർ ഈ റിങ്ങിൽ ചെയ്യണം. ഫസ്റ്റ് റൗണ്ട് ഇവിടെ ചെയ്തു 4 ക്ലസ്റ്റർ. ഇനി വീണ്ടും 3 ചെയിൻ എടുത്ത് രണ്ട് ഡബിൾ ക്രോഷ്യ, രണ്ട് ചെയിൻ, വീണ്ടും ഈ സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ. വീണ്ടും ഒരു ചെയിൻ എടുത്ത് ഈ സ്പേസിൽ 2 ക്ലസ്റ്റർ, അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത റൗണ്ട് കളർ ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാം. മൂന്ന് ചെയിൻ എടുത്ത് ഇവിടെ 3 ഡബിൾ ക്രോഷ്യ, ഈ കോർണറിൽ 2 ക്ലസ്റ്റർ, അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇതുപോലെ ഗ്രീൻ വെച്ച് 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. മൂന്ന് ഡബിൾ ക്രോഷ്യ ഓരോ ഗ്യാപ്പിലും ഒരു ചെയിൻ എടുത്ത് 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ ഈ കോർണറിലും, അങ്ങനെ ചെയ്ത് ഈ രണ്ടാമത്തെ റൗണ്ടും ഗ്രീനും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത റൗണ്ട് വൈറ്റ് ഉപയോഗിച്ച് ഇതേപോലെ തന്നെ 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഒരു ഈ ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ, അങ്ങനെ ഈ റൗണ്ട് 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ വൈറ്റിലും റെഡിലും 2 റൗണ്ട് വീതം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത റൗണ്ട് യെല്ലോ കൊണ്ട് ഈ കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ആദ്യം 3 ചെയിൻ സ്റ്റിച്ച് എടുത്ത് രണ്ട് ഡബിൾ ക്രോഷ്യ ആ സ്പേസിൽ ചെയ്യണം. വീണ്ടും ഒരു ചെയിൻ എടുത്ത് ഇതിൽ 2 ക്ലസ്റ്റർ ചെയ്യണം. 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ വീതം ഈ കോർണറിൽ ചെയ്യണം. ഇനി ഇവിടെ ഒരു ചെയിൻ എടുത്ത് ഇത് തിരിച്ച്
വീണ്ടും ഇതേപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ ഇതേപോലെ തന്നെ ചെയ്തു പോകണം. ഒരു ചെയിൻ എടുത്ത് ഇതിൽ 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ വീണ്ടും ഇതിൽ 3 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ അങ്ങനെ ഇതിലും ചെയ്യണം. ഇനി ഒരു ചെയിൻ എടുത്ത് ആദ്യമായിട്ട് ഈ 3 ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്യണം. ഇനി ഇതേപോലെ തന്നെ അടുത്തത് ഇവിടെ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ചെയ്യണം. അടുത്ത കളർ ഇവിടെ 3 ഡബിൾ ക്രോഷ്യ കൊടുത്ത് ഒരു ചെയിൻ എടുത്തിട്ട് ഈ ഗ്യാപ്പിൽ ഈ ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ എന്ന് വെച്ചിട്ട് ഈ ഗ്യാപ്പിൽ ചെയ്യണം. പിന്നെ ഈ ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ അങ്ങനെ ഈ റൗണ്ട് 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം ഗ്രീൻ വെച്ചിട്ട്. ഈ കോർണറിൽ 3 കളറ് മാറി മാറിയിട്ട് ഈ കോർണർ ഇങ്ങനെ ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ 4 കോർണറും ചെയ്യണം. ഇതിൻ്റെ 4 കോർണറും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ട് റെഡ് കൊണ്ട് ഈ ബോർഡർ ചെയ്ത് തീർക്കണം. ഇവിടെ റെഡ് ജോയിൻ ചെയ്ത് 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇതേപോലെ തന്നെ ഇങ്ങനെ ചെയ്തു പോകണം. ഇനി ഇത് ഇവിടെ നിന്ന് ഈ ഗ്യാപ്പിലോട്ട് ചെയ്യണം.
വീണ്ടും ഒരു ചെയിൻ എടുത്ത് ഇതിലേക്ക് ഒരു ചെയിൻ ഇട്ട് യോജിപ്പിക്കണം. വീണ്ടും ഒരു ചെയിൻ എടുത്ത് ഇതിൽ 3 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇനി തിരിച്ച് ഇതും അതുപോലെ ഈ ഫുൾ റൗണ്ട് ചെയ്ത് തീർക്കണം. ഇതോടെ ഈ മാറ്റ് ഇവിടെ കംപ്ലീറ്റായി. ഈ മാറ്റ് ഇവിടെ കംപ്ലീറ്റായി. ഇത് കുറച്ചുകൂടി സൈസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ കോർണറിൽ ഇങ്ങനെ അടുത്ത കളർ വെച്ചിട്ട് ഒന്നും കൂടി വലുതാക്കി ചെയ്യാവുന്നതാണ്.